എല്ലാവർക്കും നമസ്കാരം. ലോക ഭൂപടത്തെ പറ്റിയാണ് ഇപ്രാവശ്യം പറയുന്നത്. ഭൂപടം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ 195 രാജ്യങ്ങളുണ്ട്. ഗൂഗിളിൽ നമുക്ക് 193 രാജ്യങ്ങൾ കിട്ടത്തുള്ളൂ. പക്ഷെ 195 രാജ്യങ്ങളാണുള്ളത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത്. അതുകൂടാതെ 2 രാജ്യങ്ങളുണ്ട്. ഒന്ന് വത്തിക്കാനിലെ ഉള്ളിൽ കിടക്കുന്ന അതിന് സമീപത്തുള്ള ഹോളിസി എന്ന രാജ്യവും, രണ്ടാമത്തേത് പലസ്തീനും. അത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷക ഗണത്തിൽപ്പെട്ടത്. അപ്പൊ 195 പ്ലസ് 2 രാജ്യങ്ങൾ. ആ ലോകത്തിൽ 7 ഭൂഖണ്ഡങ്ങളുണ്ടെന്ന് അറിയാം. അതിൽ ഏഷ്യ, ആഫ്രിക്ക, മൂന്നാമത്തെ വടക്ക് അമേരിക്ക, തെക്കേ അമേരിക്ക നാലാമത്തേത്, അഞ്ചാമത്തേത് യൂറോപ്പ്, ആറാമത്തേത് ഓസ്ട്രേലിയ, ഏഴാമത്തേത് അന്റാർട്ടിക്ക. ഈ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ ജനവാസമില്ലാത്ത സ്ഥലമാണ്. അതായത് ലോകത്തിലെ വികസിത രാജ്യങ്ങളും ഇപ്പൊ എല്ലാ രാജ്യങ്ങളും ഗവേഷണത്തിന് അവിടെ പോകുന്നില്ല, സ്ഥിരമായ താമസമൊന്നുമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് ഭൂഖണ്ഡങ്ങളിലാണ് ജനങ്ങൾ താമസിക്കുന്നത്. അതിൽ ലാറ്റിൻ അമേരിക്കയെ പറ്റിയാ പറയാൻ താല്പര്യപ്പെടുന്നത്. ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാല് വിശ്വവിഖ്യാതമായ എഴുത്തുകാരാൽ, വിപ്ലവ നേതാക്കന്മാരാൽ വളരെ സമൃദ്ധമായ രാജ്യമാണ്. ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പടയോട്ടം നടത്തിയ 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടയോട്ടം നടത്തിയ ആദ്യ രാജ്യമായിരുന്നു കോളനി സ്ഥാപിക്കാൻ വേണ്ടി സ്പെയിനായിരുന്നു. സ്പെയിൻ, അതിനുശേഷം പോർച്ചുഗൽ പോയി. അവരാദ്യം പോയി എത്തപ്പെട്ടത് തെക്കേ അമേരിക്കയിലായിരുന്നു. അതുകൊണ്ട് ലാറ്റിൻ അമേരിക്കയിലെ ഇന്ന് സംസാരിക്കുന്ന ഭാഷ സ്പാനിഷ്, പോർച്ചുഗീസാണ്. ഇതില് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അനേകം വിശ്വവിഖ്യാതരായ എഴുത്തുകാര സമൃദ്ധമായ ഭൂഖണ്ഡമാകുന്ന ലാറ്റിൻ അമേരിക്ക. അതിൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കസിനായിരുന്നു 1982 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അദ്ദേഹം കൊളംബിയക്കാരനാണ്. അദ്ദേഹം 1982 സ്വീഡിഷ് അക്കാദമിയിൽ പോയി അദ്ദേഹത്തിന്റെ രചനയായ ഏകാന്തതയുടെ 100 വർഷങ്ങൾ അത് വായിക്കുമ്പോൾ ആ ഭൂഖണ്ഡത്തിന്റെ ഭൂതകാല ചരിത്രവും, കൊളോണിയൽ ചരിത്രവും, വിപ്ലവാനന്തര ദിനങ്ങളുടെ ദുരിതങ്ങളും, യൂറോപ്യൻ അധിനിവേശത്തിന്റെ തിക്തഫലങ്ങളും, സ്വാതന്ത്ര്യാനന്തര ദുരിതങ്ങളും, സർവാധിപത്യ ഭീകര പ്രവർത്തനങ്ങളെല്ലാം വിളിച്ചോതുന്നതായിരുന്നു. അദ്ദേഹത്തിന് വിളിച്ചോതി ആ വാക്കുകളിൽ തന്നെ ആ ഭൂഖണ്ഡം അത് രചിക്കുകയായിരുന്നു അദ്ദേഹം നിമിഷ നേരം. തെക്കേ അമേരിക്ക എന്ന് വെച്ചാൽ അതിന്റെ ഭൂരിഭാഗം കവർന്നെടുത്തിരിക്കുന്ന ബ്രസീൽ. അത്രത്തോളം വലിപ്പമുള്ള രാജ്യമാണ്. ഏറ്റവും ചെറിയ ഭൂഖണ്ഡമായ ഓസ്ട്രേലിയയെക്കാളും വലിപ്പമുള്ള രാജ്യമാണ്. ലോകത്തിൽ വലിപ്പത്തിൽ 5ാമത്തെ സ്ഥാനമാണ്. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന രാജ്യമാണ് ചിലി. ചിലിയെ ഷൂത്തറഡ് എന്ന് നമ്മൾ അറിയപ്പെടുന്നു. ഷൂത്തറഡ് ചിലിയുടെ 2 തലസ്ഥാനം സാന്റിയാഗോയാണ്. മറ്റൊരു വലിയ നഗരമാകുന്നു വാൽപറസ്. ചിലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്റാർട്ടിക്കയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യമാണത്. പിന്നെ ചിലിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആംഗ്ല ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് ചിലി ടു ചൈന എന്ന് പറയും. അതിന്റെ അർത്ഥം ആ ഭൂപ്രകൃതി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ചിലി ടു ചൈന, ചിലി ടു ചൈന. ചൈനയ്ക്ക് വടക്ക് മംഗോളിയ ഉണ്ട്, മറ്റേ റഷ്യ ഉണ്ട്. അത്രയും ദൂരത്ത് കിടക്കുന്ന രാജ്യമാണ്. അവസ്ഥ എന്ന പ്രയോഗം ഉണ്ടല്ലോ, ചിലി ടു ചൈന. ലോകത്തിന്റെ ഒരറ്റത്തിൽ നിന്നും മറ്റൊരറ്റത്തേക്കാണ് അതിന്റെ അർത്ഥം. ഞാനത് നോക്കുമ്പോൾ എനിക്ക് അതിനേക്കാൾ അകലത്തിലുള്ള സാമ്യമുള്ള 2 രാജ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതേതെന്നറിയാമോ? ഒന്ന് നോർവേ. നോർവേയും നമ്മുടെ ന്യൂസിലാൻഡ് അത്രത്തോളം വിദൂരത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. നോർവേ എന്നാണ് പാതിരാ സൂര്യന്റെ രാജ്യം എന്നറിയപ്പെടുന്നത്. അപ്പൊ ചിലി, ഈ ചിലി അന്റാർട്ടിക്കയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ചിലിക്ക് പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ചെമ്പ് ഖനനം ചെയ്യുന്ന രാജ്യമാണ്. പാബ്ലോ നെരൂദ പോലെയുള്ള, മിലാൻ കുന്നാരെ പോലെയുള്ള അനേകം എഴുത്തുകാര് ലോകത്ത് സംഭാവന ചെയ്ത ഭൂഖണ്ഡമാകുന്നു, രാജ്യമാകുന്നു ചിലി. ചിലിയുടെ കിടപ്പ് നോക്കുമ്പോൾ അത് നമുക്ക് ഒരു ചില്ലി ഉണ്ടല്ലോ, ചില്ലിയുടെ ഷേപ്പാണ്.
ചില്ലി ഉണക്കമുള്ളത്. ചില്ലിയുടെ ഒരു എല്ല് നഷ്ടപ്പെട്ടാൽ ചില്ലി എന്നാകും. നമുക്ക് മറക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ വിശേഷിപ്പിക്കാം. അപ്പൊ ചില്ലിയുടെ തലസ്ഥാനം സാന്റിയാഗോ. ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ 12 രാജ്യങ്ങളാണ് ഉള്ളത് ലാറ്റിൻ അമേരിക്കയിൽ. അതിൽ ഏതെന്ന് വെച്ചാൽ ഏറ്റവും വലുത് ബ്രസീൽ, അതിന് താഴെയായിട്ട് വരും ഉറുഗ്വ, അതിന് താഴെ അർജന്റീന, അതിന് സമീപം പടിഞ്ഞാറ് കിടക്കുന്നത് ചിലി, ചിലിക്ക് മേളിൽ പെറു, പെറു കഴിഞ്ഞാൽ ഇക്വഡോർ, ഇക്വഡോർ കഴിഞ്ഞാൽ കൊളംബിയ, കൊളംബിയ കഴിഞ്ഞാൽ വെനിസുല. കഴിഞ്ഞ വർഷമില്ല നമ്മുടെ ട്രംപ് അവിടെ പോയി അധിനിവേശം നടത്തിയത്. വെനിസുല കഴിഞ്ഞാൽ ഗയാന, ഗയാന കഴിഞ്ഞ സുരിനാമും, പിന്നെ ഇടക്കായിട്ട് കിടക്കുന്നതാണ് ബൊളീവിയയും പരാഗ്വയും. കണ്ടില്ലേ, ബൊളീവിയ, പരാഗ്വ. ഈ 2 രാജ്യങ്ങൾക്ക് സമുദ്രനിർത്തി ഇല്ല. ഇത്രയുമാണ്. അടുത്ത വീഡിയോയിൽ ബ്രസീലിനെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു. നന്ദി.